രാം നാരായൺ രാം ഒരു ശബ്ദ ഊർജമാണ്. നിങ്ങൾ സ്വയം അത്രത്തോളം രാം നാരായൺ രാമുമായി ബന്ധിപ്പിക്കണം. നിങ്ങളുടെ വീട് തന്നെ ഒരു ക്ഷേത്രമായി മാറണം. ലോകത്തിലെ എല്ലാം പ്രകൃതിയെയാണ് ആശ്രയിക്കുന്നത്. ഓരോ മനുഷ്യനും രാം നാരായൺ രാമിൻ്റെ ജപം നടത്തണം. ഓരോരുത്തരും തങ്ങളുടെ വീടിൻ്റെ പുറത്ത് രാം നാരായൺ രാം എന്ന് എഴുതിക്കൊടുക്കണം. ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രവേശനം രാം നാരായൺ രാം വായിച്ചുകൊണ്ടായിരിക്കണം. മനുഷ്യൻ തൻ്റെ വീട്ടിൽ രാം നാരായൺ രാം ജപം ടിവിയിൽ ഇടുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് ഊർജം അകയും. ഓർക്കൂ, രാവിലെ ആരെങ്കിലും നിങ്ങളെ ശാപിച്ചാൽ നിങ്ങളുടെ ആ ദിവസമൊക്കെ പൊടിയാകും. അതേസമയം ആരെങ്കിലും രാവിലെ നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ സംസാരിച്ചാൽ ആ ദിവസം സന്തോഷകരമായി നീങ്ങും. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ രാവിലെ തന്നെ രാം നാരായൺ രാം ജപം ടിവിയിൽ ഇടേണ്ടത്. അതിലൂടെ നിങ്ങളുടെ ദിവസം നല്ലതായിരിക്കും. രാം നാരായൺ രാം ജപം ശാസ്ത്രീയമായതും ശക്തിയുള്ളതുമാണ്. ഈ ജപം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സുഖവും സമാധാനവും എത്തും. ഈ ജപത്തിലുള്ള ശക്തി പൂർണ്ണ ലോകത്തും മറ്റൊന്നിലും കാണാൻ സാധിക്കില്ല. ശബ്ദ ഊർജം കൊണ്ട് തന്നെ ഞാൻ ഇനിയും ആരോഗ്യമുണ്ട്. എനിക്ക് ഇപ്പോൾ 77 വയസ്സാണ്. എങ്കിലും എനിക്ക് ഒരേന്തൊരു രോഗവുമില്ല. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. കുറച്ച് പ്രായമുണ്ടായിട്ടും പലരെയും പലവിധ രോഗങ്ങൾ വലയ്ക്കുന്നു. എൻ്റെ പ്രഭാഷണം ഗ്രാമങ്ങളിലൂടെയും പല സ്ഥലങ്ങളിലെയും നടക്കാറുണ്ട്. അവിടെ ഞാൻ മണിക്കൂറുകൾക്കിപ്പുറം ഇരിക്കുന്നു. എനിക്ക് ഒന്നും സംഭവിക്കില്ല, തളർന്നു പോകാനും വേണ്ട. പക്ഷേ ചിലർ കുറച്ച് സമയമേ ഇരിക്കൂ, അവർക്കും തളർച്ച വരും. അതിനാൽ തന്നെ നിങ്ങൾക്കുള്ളിൽ ശബ്ദ ഊർജം നിലനിർത്തണം. അത് രോഗങ്ങളെ നേരിടാൻ സഹായിക്കും. ശബ്ദ ഊർജം നിങ്ങളുടെ ശരീരത്തെ ബാലൻസിൽ വയ്ക്കും. ശരീരവും മനസ്സും ബാലൻസ് ആണെങ്കിൽ നിങ്ങളിൽ ഉള്ള ഏകദേശം 50 കോടി ആത്മാക്കൾക്ക് ഭക്ഷണം ലഭിക്കും. അവരിൽ ആരോഗ്യം എത്തും. അവൻ ശക്തിയുള്ളവനാകും. അവൻ നല്ല നിലയിലായാൽ നിങ്ങൾക്കും ആരോഗ്യമായിരിക്കും. നമ്മുടെ ശരീരവും ഒരു വലിയ കുടുംബം പോലെയാണ്. നമ്മുടെ ശരീരത്തിന് ഊർജം അരിപ്പയും പരിപ്പുമൊക്കെയിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ മനസ്സിന് ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന് ധ്യാനം, മെഡിറ്റേഷൻ വേണം. മനസ്സിന് ആഹാരം ധ്യാനം കൊണ്ടാണ് ലഭിക്കുന്നത്. അനേകം സംസ്ഥാനങ്ങൾക്കും ഇതെല്ലാം അറിവില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഇതിൻ്റെ സംശയനിവൃത്തിയും ബോധവൽക്കരണവും നടത്താൻ ടിവി എന്ന മാർഗം സ്വീകരിച്ചത്. ടിവി കാണുന്നത് ഓരോരുത്തരും തന്നെ. ധർമ്മം എന്താണ് എന്ന് ഓരോരുത്തർക്കും അറിയേണ്ടതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആകാശധർമ്മവുമായി ജനിക്കുന്നു. പക്ഷേ ഭൂമിയിൽ എത്തുമ്പോൾ മനുഷ്യൻ അതിനെ വിവിധ മതങ്ങളിൽ പിരിച്ചുകളയുന്നു. മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങൾ ഭൂമിക്ക് നല്ലത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് വലിയവരെ കൂടുതൽ വലിയവരാക്കുന്നു, ചെറിയവരെ കൂടുതൽ താഴെയാക്കിയിരിക്കുന്നു. ചിലർ കൂടുതൽ പഠിച്ചിട്ടുള്ളവരായാൽ അവർ കൂടുതൽ വലിയ കള്ളന്മാരായി മാറുന്നു. ഭൂമിയിൽ വരെ സ്വകാര്യ ഉടമസ്ഥാവകാശം തുടരുന്നതുവരെ ഭൂമിയുടെ ഉത്തമം സാധിക്കില്ല. ഇതിനോടായി ആരും എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഓരോരുത്തരും സ്വകാര്യ ഉടമസ്ഥാവകാശത്തെ എതിർക്കേണ്ടതുണ്ട്. അവർ പ്രകൃതിരാജ്യത്തിൻ്റെ ഭരണഘടന ഒരുക്കുന്നതിനായി പിന്തുണയ്ക്കേണ്ടതുണ്ട്. എല്ലാവരും രാം നാരായൺ രാം ജപം ചെയ്യേണ്ടതാണ്. ആകാശത്തെയാണ് മാതാപിതാക്കൾ എന്ന് കരുതേണ്ടത്.